മോട്ടോർ വാഹന വകുപ്പിലെ മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ PM ഷാജി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ സമീപകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ KSRTC ബസ്സിൻ്റെ അടക്കം അപകടങ്ങളുണ്ടായി. ഈ പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ ഒരുപാട് അപകടങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. അതിൻ്റെയൊക്കെ ഒരു കാരണമായിട്ട് പ്രാഥമികമായി മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാന ഡ്രൈവറുടെ ആ ഒരു മാനസിക നിലപാടുകളാണ്, അല്ലെങ്കിൽ അയാളുടെ ആ കഴിവുണ്ട് ഇവർക്കെല്ലാം. പക്ഷേ ഈ ചില സമയങ്ങളിൽ ഇവർ എന്തോ പ്രഷറിൽ പോകുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരുടെ ടൈം ഷെഡ്യൂൾ കുറച്ച് ടൈറ്റാകുന്നുണ്ട്. ഇത്ര സമയത്തിൽ ഓടിയത് ആ ഷെഡ്യൂളുകളുടെ ഇത് പ്രകാരം വണ്ടി ഓടിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളെല്ലാം അവിടെ ഓടും വണ്ടി. പക്ഷേ നമ്മുടെ റോഡുകൾ ഇപ്പോൾ പണിത് കിടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ട്രാഫിക് ഡെൻസിറ്റി കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു മാനസിക സ്ട്രെസ് ഉണ്ടെന്ന് തോന്നുന്നു. മലയോര മേഖലകളിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും വലിയ മലയോര മേഖലയിൽ ഓടിക്കുമ്പോൾ അതിൻ്റെ ഗിയറിൻ്റെ പൊസിഷൻ, ആൾക്കാർ ഏത് ഗിയറിൽ ഓടിക്കണം എന്നുള്ളത് മുൻകൂട്ടി അറിഞ്ഞ് ഓടിക്കണം. മലയോര മേഖലയിൽ പറഞ്ഞാൽ കയറ്റവും ഇറക്കവും വളവും എല്ലാം ഒരുമിച്ച് ചേർന്നുള്ളതാണ്. അപ്പോൾ അവിടെ വേണ്ടത് വളരെ പ്രസൻസ് ഓഫ് മൈൻഡിൽ ആ റോഡ് സെൻസ് മനസ്സിലാക്കി അവിടെ മറ്റ് സംവിധാനം എൻവയോൺമെൻറ്റിൻ്റെ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും ഒരു മല ഇടിഞ്ഞു വീഴും. അങ്ങനെയുള്ള വലിയ മലയിടിച്ചിലല്ല, ചെറുത് വല്ലതും ഉണ്ടാവാം. ഇത് പ്രതീക്ഷിച്ചിട്ടല്ല ഓടി വരുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഒരു തടസ്സം കാണുന്നത്. അല്ലെങ്കിൽ അവിടെ വേറെ ആക്സിഡൻ്റ് ഉണ്ടായി, ഒരു ബ്ലോക്കേജ് വന്നു, അപ്പോൾ ഡിലേ വരും. ഈ ഡിലേക്കും കവർ ചെയ്യാനായിട്ട് ഇവർ ആ ഡിലേ സഹിച്ചേ പറ്റൂ. പബ്ലിക് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ അധികവും ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ 300-400 കിലോമീറ്റർ ഓടുന്ന. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ തേയ്മാനത്തിൻ്റെ തോത് കൂടുതലായിരിക്കും. ഈ പറയുന്ന ദിവസവും ഈ വണ്ടി ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് നോക്കാനായിട്ടുള്ള സംവിധാനം വേണം. ഈ വണ്ടി ഇങ്ങോട്ട് പോകുന്നത് 50-60 യാത്രക്കാരെയും കൊണ്ട് പോകുന്ന വണ്ടിയാണെന്നുള്ള തോന്നലിൽ അതിനെ ചെറുതായിരിക്കാം, ചിലപ്പോൾ ഇദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള കാര്യമായൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടെന്നുള്ള ഇത് ചെറിയ പ്രശ്നം പോലും കൈകാര്യം ചെയ്യേണ്ടത്. വാഹനത്തിൻ്റെ കാലപ്പഴക്കം, അശ്രദ്ധമായ ഡ്രൈവിങ്, നമ്മുടെ റോഡുകളുടെ പ്രശ്നം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റോഡ് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം മലയോര മേഖലകളിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചത്. നല്ല മുരുകനൊപ്പം AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.